ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അരണയെ പറ്റിയാണ്. സിൻസിഡേ എന്ന ഉരഗ ഉപഗോത്രത്തിലെ ഒരംഗമാണ് അരണ. ഇവയിൽ 40ഓളം സ്പീഷീസുകളുണ്ട്. ദക്ഷിണേഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ ധാരാളമായി ഇവയെ കണ്ടുവരുന്നു. വിവിധ സ്ഥലങ്ങളിൽ വസിക്കുന്ന ഇവയുടെ നിറത്തിലും രൂപത്തിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. കരയിൽ, പാറകൾക്കിടയിലും മറ്റ് പ്രകാശം കുറഞ്ഞ ഭാഗങ്ങളിലുമാണ് ആനകളെ സാധാരണയായി കാണപ്പെടുന്നത്. ആനകളിൽ ചില അംഗങ്ങൾ ഭാഗികമായി ജലജീവികളാണ്. നീണ്ട ശരീരവും കുറുകിയ കാലുമാണ് ഇവയുടേത്. ചില ഇനം അരണകളുടെ കാലുകൾ അന്യതര സാധാരണ മാംവിധം ചെറുതാണ്. തന്മൂലം ഇവ പാമ്പുകളാണെന്ന് തോന്നാറുണ്ട്. ഇവയുടെ ശരീരം മിനുസവും തിളക്കവുമുള്ള ചെതുമ്പലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. തലയിലുള്ള ചെതുമ്പലുകൾ വിസ്താരം കൂടിയവയാണ്. തലയ്ക്ക് കോണാകൃതിയാണ്. പരന്ന തലയോട്ടിയും ശൂലം പോലുള്ള നാവും ഇവയുടെ സവിശേഷതകളാണ്. നാവിൽ പല്ല് പോലെയുള്ള ശൽക്കങ്ങളുണ്ട്. ഇവയുടെ പുറത്ത് നെടുകെ പാർശ്വഭാഗങ്ങളിൽ ഈ 2 വെളുത്ത വരകൾ കാണാം. ശരീരത്തിൻ്റെ ഉപരിഭാഗത്തിന് തവിട്ട് നിറമാണ്. അടിവശം മഞ്ഞയോ വെള്ളയോ ആയിരിക്കും. അരണ മുട്ടയിട്ടാണ് പ്രത്യുത്പാദനം നടത്തുന്നത്. അരണ കടിച്ചാൽ ഉടനെ മരണം എന്നൊരു ചൊല്ലുണ്ട്. ഇത് വെറും അന്ധവിശ്വാസമാണ്. അരണയ്ക്ക് വിഷപ്പല്ലുകളോ വിഷഗ്രന്ഥികളോ ഇല്ല. എന്നാൽ അരണയ്ക്ക് വിഷമുണ്ടെന്നും കടിക്കാൻ ചെല്ലുമ്പോഴേക്കും അക്കാര്യം അത് മറന്നു പോകുമെന്നും ഒരു വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കല്പത്തിൻ്റെ ഫലമായാണ് ഓർമ്മക്കുറവുള്ള ആളുകളെ പരിഹരിക്കാൻ അരണബുദ്ധി എന്ന ശൈലി മലയാള ഭാഷയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. സർപ്പങ്ങളെപ്പോലെ അരണയും ഒരു ഉരക വർഗമായതുകൊണ്ട് ഇതിൻ്റെ വായിലും മാണിക്യ രക്തമുണ്ടെന്ന് ഒരു കവി സങ്കല്പമുണ്ട്. അരണമാണിക്യം എന്ന പേരിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അരണകളെ ഇംഗ്ലീഷിൽ പറയുന്നത് സ്കിങ്കുകൾ എന്നാണ്. ഈ സ്കിങ്കുകൾ ആൺ പെൺ വർഗങ്ങളായ ജീവികളാണ്. ആൺ സ്കിങ്കുകൾ സാധാരണയായി നിറം കൂടുതൽ തെളിഞ്ഞതും വാറിൻ്റെ ഭാഗം കട്ടിയുള്ളതുമായിരിക്കും. ഇവയുടെ പ്രജനനകാലം വസന്തകാലത്തും വേനൽക്കാലത്തുമായിരിക്കും. ആൺ സ്കിങ്ക് പെൺ സ്കിങ്കിനോട് ചേർന്ന് ആന്തര സംയോജനം നടത്തുന്നു. അതായത് ശുക്രം പെൺജീവിയുടെ ശരീരത്തിനുള്ളിൽ ചേർക്കുന്നു. സ്കിങ്ക് ഇനങ്ങൾ 2 തരമാണ് ഉള്ളത്. ഓവിപാരസ് ഇനത്തിൽ ചില സ്കിങ്കുകൾ മണ്ണിലോ കല്ലിനടിയിലോ മുട്ടകൾ ഇടുന്നു. സാധാരണ 3 മുതൽ 10 മുട്ടകൾ ഇടാറുണ്ട്. ഈ മുട്ടകൾ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ വിരിയുന്നു. ഓവോവിവിപാരസ് ഇനത്തിൽപ്പെട്ട സ്കിങ്കുകൾ മുട്ട ശരീരത്തിനുള്ളിൽ തന്നെ വിരിയിച്ച് കുഞ്ഞിനെ നേരിട്ട് പ്രസവിക്കുന്നു. മിക്ക സ്കിങ്ക് ഇനങ്ങളും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നില്ല. പക്ഷേ ചില ഇനങ്ങൾ, ഉദാഹരണത്തിന് എഗ്ഗേർണിയ വർഗം, കുടുംബരൂപത്തിലുള്ള കൂട്ടങ്ങളിൽ ജീവിക്കുകയും കുഞ്ഞുങ്ങളെ കുറച്ച് ദിവസം സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്കിങ്കുകൾ ജനിച്ച് 1-2 വർഷത്തിനുള്ളിൽ പ്രജനന പ്രായം കൈവരിക്കാറുണ്ട്. സ്കിങ്കുകളുടെ ആയുസ് അവയുടെ ഇനം, പരിസ്ഥിതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചെറിയ സ്കിങ്കുകൾ 3 തൊട്ട് 5 വർഷം വരെ ജീവിക്കാറുണ്ട്. മധ്യവലുപ്പമുള്ള സ്കിങ്കുകൾ 6 മുതൽ 8 വർഷം വരെ ജീവിക്കുന്നു. വലിയ ഇനങ്ങൾ 10 മുതൽ 20 വർഷം വരെ ജീവിക്കാറുണ്ട്. സ്കിങ്കുകൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ, വളർത്തൽ, പോഷണം, ശത്രുക്കളുടെ ഭീഷണി എന്നിവ ആശ്രയിച്ചാണ് ശരാശരി ആയുസ് മാറുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.